Hello everyone. So, in the SCU, Srinatharayankudi Open University, BA English Language and Literature course in the 4th semester ancillary course news reporting and editing in the subject in the Block 4 ആയിട്ടുള്ള റൈറ്റിംഗ് ഓൺ മീഡിയ എന്നുള്ള ബ്ലോക്കിൻ്റെ യൂണിറ്റ് 3 ആയിട്ടുള്ള ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള യൂണിറ്റാണ്. സോ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് നമ്മൾ മീഡിയയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ആക്റ്റുകളാണ് വരുന്നത്, ആ ഓരോ ആക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇത്ര ദിവസം നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ പോലെ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് അല്ല ഇതിലുള്ളത്. സോ ഇതിലുള്ളത് ഏകദേശം ഇതേ രീതിയിൽ അതിൻ്റെ ആക്ടുകളുടെ പേരും വർഷങ്ങളും ഒക്കെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതണം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഒരു കോമ്പിനേഷൻ ഓഫ് റൂൾസും റെഗുലേഷൻസും എല്ലാം വെച്ചിട്ടാണ് ജേർണലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഗവേൺ ചെയ്യുന്നത്, ഈ ഒരു റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ളതിനെ ഗവേൺ ചെയ്യുന്നത്. സോ പ്രസ്സിൻ്റെ ഫ്രീഡം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ജേർണലിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് നോക്കുന്നത്. സോ ആദ്യത്തെയാണ് ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ജാനുവരി 26, 1950 വന്നത്. 1950 ജാനുവരി 26 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 1A പറഞ്ഞിരിക്കുന്നത്, സബ്സെക്ഷൻ 1A പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് താഴെ പറയുന്നത്. ആദ്യത്തെ കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ഓരോ സിറ്റിസൻ്റെയും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഇൻഹെറൻ്റ് ആയിട്ട് അവർക്ക് ആ ഒരു റൈറ്റ് ഉണ്ട്, അവരുടെ തോട്ട്സും ഐഡിയാസും ഒപ്പീനിയൻസും ഇൻഫർമേഷൻസും ഒക്കെ ഫ്രീ ആയിട്ട് ആരെയും പേടിക്കാതെ ഗവൺമെൻറ്റിൻ്റെ സെൻസർഷിപ്പോ റിപ്രൈസലോ ഒന്നും ഇല്ലാതെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാം പറയാം, അവരുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോഴും അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയാനുള്ളതല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ സോവറൈൻറ്റിനെയോ ഇൻറ്റഗ്രിറ്റീനെയോ ബാധിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റീനെ ബാധിക്കുന്നതോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷനാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് അതിനെ ബാധിക്കുന്നതോ പബ്ലിക് ഓർഡറിനെയോ ഡീസൻസിനെയോ മൊറാലിറ്റീനെയോ കണ്ടംപ്റ്റ് ഓഫ് ഓർഡറോ ഡിഫമേഷനോ വയലൻസിൻ്റെ ഇൻസൈറ്റ്മെൻറ്റിനെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടില്ല. അത് റെസ്ട്രിക്ഷൻ ആണ്. ഓക്കെ, എത്രയൊക്കെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ രാജ്യസുരക്ഷനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് വേറൊരു രാജ്യത്തോടുള്ളത്, സോ അതിനെ ബാധിക്കുന്ന രീതിയിലോ ഇന്ത്യയുടെ സോവറൈൻറ്റിയോ ഇൻറ്റഗ്രിറ്റിയോ ബാധിക്കുന്നതോ പബ്ലിക് ഓർഡറോ ഡീസൻസിയോ മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് പബ്ലിക് ഓർഡറാണ്. അതായത് എന്തെങ്കിലും വയലൻസോ റൈറ്റ്സോ പുതിയ എന്തെങ്കിലും ബഹളങ്ങളോ കലാപോ ഒക്കെ ഉണ്ടാക്കി വിടുന്ന തരത്തിലോ പബ്ലിക് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാക്കുന്നതോ സമാധാന നിലയെ തകർക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പറയാനായിട്ട് പാടില്ല. അതൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസിൻ്റെ തന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ പോലെ അടുത്ത പോയിന്റുകളാക്കി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ പാടില്ല. ഒരാളുടെ റെപ്യൂട്ടേഷനെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ റെപ്യൂട്ടേഷനെ കളയുന്ന തരത്തിലുള്ള ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ആണ് ഇൻസൈറ്റ്മെൻറ്റ് ടു വയലൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഹെയ്റ്റ് സ്പീച്ചൊക്കെ വെച്ചിട്ട് ഹോസ്റ്റിലിറ്റിയോ അല്ലെങ്കിൽ എനിമിറ്റിയോ ഉണ്ടാക്കുന്ന തരത്തിൽ രണ്ട് ഗ്രൂപ്പുകളിൽ തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വയലൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല. സേഫ് ഗാർഡിങ് ഡെമോക്രസി, അതായത് ഒരു ഓപ്പൺ ഡിബേറ്റ് ഒക്കെ ആവാം, പൊളിറ്റിക്കൽ പാർട്ടീസോ ഗവൺമെൻറ് പോളിസീസോ തമ്മിലുള്ള ഓപ്പൺ ഡിബേറ്റോ ക്രിറ്റിസിസമോ ഒക്കെ ആവാം, പക്ഷേ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ഡെമോക്രസിയെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒന്നും വരാൻ പാടില്ല. പക്ഷേ ഓപ്പൺ ഡിബേറ്റ്സ് ആവാം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ ആവാം, ബിക്കോസ് അവിടെയാണ് ഡെമോക്രസി എന്നുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. സുപ്രീം കോർട്ടിനാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അപ്ഹോൾഡ് ചെയ്യുന്നതും സുപ്രീം കോർട്ടാണ്. സോ പബ്ലിക് ഇൻട്രസ്റ്റിനെയും നാഷണൽ സെക്യൂരിറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള
കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ പ്രസിൻ്റെ ഫ്രീഡം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ അത് പ്രസ്സിനുള്ള ഫ്രീഡമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് ലീഗൽ ഫ്രെയിംവർക്കിൽ രണ്ടാമത്തെയാണ് ഡിഫേമേഷൻ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു നിയമം വന്നിട്ടുള്ള നമ്മളിപ്പോൾ ഡിഫേമേഷൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഒരാളുടെ റെപ്യൂട്ടേഷനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫമേഷൻ എന്ന് പറയുക. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽസിനെയോ ഓർഗനൈസേഷൻ്റെയോ ഒക്കെ റെപ്യൂട്ടേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഡിഫമേഷൻ ലോസ് വന്നിരിക്കുന്നത്. അത് രണ്ട് തരത്തിലുള്ള ഡിഫമേഷൻ ആവാം. സിവിൽ ഡിഫമേഷനും ആവാം, അല്ലെങ്കിൽ ക്രിമിനൽ ഡിഫമേഷനും ആവാം. ഓക്കെ, സിവിൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി ലോ സൂട്ടാണ് വരാറുള്ളത്. അത് ഫൈനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് ചുമത്താറുള്ളത്. ക്രിമിനൽ ഡിഫമേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ചാർജസ് ആണ് അവരുടെ മേലെ എടുക്കാറുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. സിവിൽ ഡിഫമേഷൻ എന്താണ്, ക്രിമിനൽ ഡിഫമേഷൻ എന്താണ്? സിവിൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ആദ്യത്തെ കാര്യം, അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഐദർ സ്പോക്കൺ ഓർ റിട്ടൺ. ഓക്കെ, പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കണം. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫമേഷൻ വരുന്നില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കണം. ആ ഒരു പേഴ്സൻ്റെ റെപ്യൂട്ടേഷനെ ടാർഗറ്റ് ചെയ്ത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം ഏത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്ലെയിൻറ്റിഫ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം അവരുടെ റെപ്യൂട്ടേഷന്, അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിൻ്റെ റെപ്യൂട്ടേഷൻ, അത് ആരാണോ ബാധിക്കപ്പെട്ട ആൾ, അവരുടെ റെപ്യൂട്ടേഷന് എന്തെങ്കിലും ഹാമോ ഡാമേജോ ഇഞ്ചുറിയോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് അതെന്താവുള്ളൂ? സിവിൽ ഡിഫമേഷൻ ആവുള്ളൂ. സോ ഇതിൻ്റെ ഡിഫെൻസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അത് സിവിൽ ഡിഫമേഷൻ ആണെന്ന് പറയപ്പെടുന്നു, പക്ഷെ അങ്ങനെ അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡിഫെൻസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, നുണയല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫൻസ് ആണ്. ഫെയർ ആയിട്ടുള്ള കമൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫാക്റ്റുകൾ വെച്ചിട്ട് ജെന്യൂൻലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, അത് മലീഷ്യസ് അല്ല, ആരുടെയും റെപ്യൂട്ടേഷനെ ഹാം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്നുള്ള രീതിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫൻസ് ആണ്. ദെൻ ക്വാളിഫൈഡ് പ്രിവിലേജ് ചില സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫൻസ് ആണ്. ദെൻ ചില സമയത്ത് അപ്പോളജിയും ഒരു ഡിഫൻസ് ആണ്. അതായത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്ഷനോ അപ്പോളജി ഇഷ്യൂ ചെയ്യുന്നതോ ഒക്കെ ഡാമേജസിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ സിവിൽ ഡിഫമേഷൻ കേസുകളിൽ എന്താണ് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫിൻ്റെ ഫേവർ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അത് ബാധിക്കപ്പെട്ട ആളുടെ ഫേവർ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡിഫൻഡൻറ്റിന് മോണിറ്ററി ഡാമേജസ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് വേരി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് ക്രിമിനൽ ഡിഫമേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫമേഷൻ ലോയിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, സിവിലും ക്രിമിനലും. സിവിലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ക്രിമിനൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് ആണ്. അത് നോൺ ബെയിലബിൾ ആണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഇംപ്രിസൺമെൻറ്റും ഫൈനിലേക്കും എത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ IPCയുടെ സെക്ഷൻ 499 499 സെക്ഷനിലാണ് ഈ ക്രിമിനൽ ഡിഫമേഷനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. സോ ഇതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെയും എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കണം. നമ്മൾ സിവിലിൽ പറഞ്ഞ ഏകദേശം സെയിം കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. അത് ഫോൾസ് ആയിരിക്കണം. ആ ഒരു പേഴ്സൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യാൻ വേണ്ടി തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ പ്ലെയിൻറ്റിഫിൻ്റെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്യാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടായിരിക്കുന്ന കാര്യമായിരിക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 years വരെ ഇംപ്രിസൺമെൻറ്റോ ഫൈനോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ കോൺട്രവേഴ്സി എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും ഡിബേറ്റും കോൺട്രവേഴ്സീസും ഒക്കെ വരാറുണ്ടല്ലോ. ക്രിറ്റിക്സ് പറയുന്നത് ഇങ്ങനെ നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളുടെയൊക്കെ ഫ്രീഡം ഓഫ് സ്പീച്ച് മാറ്റാനുള്ള ഒരു, അല്ലെങ്കിൽ അത് അത്രത്തോളം കൊടുക്കാതിരിക്കാനുള്ള ഒരു രീതിയായിട്ട് നമുക്ക് ഈ ഒരു ഡിഫമേഷൻ്റെ കാര്യത്തിനെ മാറ്റിക്കൂടെ, അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഇല്ലേ എന്നുള്ളൊരു കോൺട്രവേഴ്സി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലീഗൽ ഫ്രെയിം വർക്കാണ്. അത് ആദ്യത്തെ ആയിരുന്നു ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A. രണ്ടാമത്തെ ആണ് ഡിഫമേഷൻ ലോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്.
any act or behavior that disrespect or obstruct the functioning of a court or undermines the administration of justice. അതായത് കോടതിയുടെ ആ ഒരു ഫങ്ഷനിങ്ങിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയോ അതിനെ തടസ്സം വരുത്തുകയോ ചെയ്യുന്ന ആക്ടുകളെയാണ് നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. ഇതിലും സിവിൽ കണ്ടംപ്റ്റും ഉണ്ട്, ക്രിമിനൽ കണ്ടംപ്റ്റും ഉണ്ട്. സിവിൽ കണ്ടംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിൽഫുള്ളി ഡിസൊബീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞിട്ടുള്ള കോടതിയുടെ ഓർഡറിനെയോ ജഡ്ജ്മെൻറ്റിനെയോ ഒക്കെ ഡിസൊബീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കോർട്ട് ഓർഡറിൻ്റെ വയലേഷൻ. ഓക്കെ, കോടതി എന്തെങ്കിലും ഓർഡറുകൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻജക്ഷൻസോ റെസ്ട്രെയിനിങ് ഓർഡേഴ്സോ എവിഡൻസ് കൊണ്ടുവരാനുള്ള ഓർഡറോ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വയലേഷൻ ഓഫ് കോർട്ട് ഓർഡർ ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് രണ്ടാമത്തെയാണ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. അതായത് കോടതി എന്തെങ്കിലും ഡെറ്റോ ഫൈനോ കോമ്പൻസേഷനോ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? നോൺ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. മൂന്നാമത്തെയാണ് കണ്ടംപ്റ്റ് ഇൻ ഫാമിലി കോർട്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചൈൽഡ് കസ്റ്റഡിയുടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സോ വിസിറ്റിൻ്റെ ഓർഡറോ അലിമണി പേയ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാമിലി കോർട്ട് വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ല എന്നുള്ള പറയുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ദെൻ പർജിങ് കണ്ടംപ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. പർജിങ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടംപ്റ്റ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. ഒറിജിനൽ ഓർഡർ അനുസരിച്ച് ഇൻഡിവിജ്വൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി ആ ഒരു കണ്ടംപ്റ്റ് ഫൈൻഡിങ്ങിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയല്ല കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് മാറ്റാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് ആണ്, ഇത്രയും സിവിലായിരുന്നു. നെക്സ്റ്റ് ആണ് ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് പറയുന്നതിനെയാണ് ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് പറയാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് 1971 ഈ ക്രിമിനൽ കണ്ടംപ്റ്റിനെ കുറിച്ച് പറയുന്നത്. അതിലെന്തൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡലിംഗ് ഓഫ് കോർട്ട് വരും. അതായത് ജുഡീഷ്യറിനെയോ അല്ലെങ്കിൽ ആ ഒരു കോടതിനെയോ കുറിച്ചുള്ള സ്കാൻഡലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓക്കെ, കെട്ടിച്ചമച്ചതായിട്ടുള്ള കോടതിയുടെ അതോറിറ്റീനെ കുറയ്ക്കുന്ന രീതിയിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. അതേപോലെ തന്നെ കോടതിയുടെ പ്രൊസീഡിങ്സിനെ ഡിസൊബേ ചെയ്യുക, കോടതിയുടെ പ്രൊസീഡിങ്സിനെ പോയിട്ട് ഡിസ്റപ്റ്റ് ചെയ്യുക, ഇടയിൽ കയറി ഇടപെട്ട് അതിനെ ഇതാക്കുക, അല്ലെങ്കിൽ ഡിസൊബേ ചെയ്യുക, കോടതിയുടെ ഹിയറിങ്ങിന് വിളിക്കും വരാതിരിക്കുക. സോ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഹിയറിങ്ങിൻ്റെ സമയത്ത് കോടതി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്. ദെൻ കണ്ടംപ്ഷ്യസ് ബിഹേവിയർ ഇൻ കോർട്ട്, അതായത് കോടതി മുറിക്കകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഷൗട്ട് ചെയ്യുക, ഒഫെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ പറയുക, ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ജഡ്ജസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ക്രിമിനൽ ഒഫൻസ് ആണ്. ദെൻ പബ്ലിക്കേഷൻ ഓഫ് കണ്ടംപ്ഷ്യസ് മെറ്റീരിയൽ എന്നുള്ളതാണ് നെക്സ്റ്റ്. സ്കാൻഡലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രെജുഡീസസോട് കൂടിയിട്ട് കോടതി കേസുകളിലൊക്കെ ഇടപെടുക, അങ്ങനെയുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ പെനാൽറ്റി ആയിട്ട് വരുന്നത് ക്രിമിനൽ കണ്ടംപ്റ്റിന് ഇംപ്രിസൺമെൻറ്റോ ഫൈനോ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു കേസിൻ്റെ രീതിക്ക് അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, സോ ഇത് മെയിനായിട്ട് നമുക്ക് ലോ ഓഫ് കണ്ടംപ്റ്റ് വന്നിട്ടുള്ളത് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ജുഡീഷ്യൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. കോടതിയുടെ കാര്യങ്ങളെല്ലാം ശരിക്കും നടന്നാൽ മാത്രമാണ് കേസുകളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. കോടതിയുടെ റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പബ്ലിക്കിൻ്റെ റൈറ്റും ലിറ്റിഗേഷൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള കാര്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ ആണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീഗൽ ഫ്രെയിംവർക്കാണ്. ആദ്യത്തെ നമ്മളുടെ ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A ആയിരുന്നു, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്. രണ്ടാമത്തെ ആയിരുന്നു ഡിഫേമേഷൻ ലോസ് എന്ന് പറയുന്നത്, അത് സിവിലും ഉണ്ടായിരുന്നു ക്രിമിനലും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്, അതും സിവിലും ഉണ്ട് ക്രിമിനലും ഉണ്ട്. നാലാമത്തെ ആണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ഒക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ സീക്രട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നാഷണൽ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ റെഗുലേഷൻ, അതിനെ ആക്സസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് കൈവശം വെക്കുന്നതോ പൊസഷനിൽ വെക്കുന്നതോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷനോ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒഫീഷ്യൽ ഇൻഫർമേഷനെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യാനുള്ള ആക്ട്, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് OSA എന്നാണ് പറയാറുള്ളത്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. 1923 ഈ ആക്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ആരുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് ഓവർ ദ ഇയേഴ്സ് നമ്മൾ മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 1947 ശേഷം നമ്മളുടെ ഗവൺമെൻറ് ആ ഒരു കാര്യത്തിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സർട്ടൻ അമെൻമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗവൺമെൻറ് എംപ്ലോയീസിനും ഇൻഡിവിജ്വൽസ്, ഗവൺമെൻറ് ഓഫീഷ്യൽസിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ആർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആക്സസിബിൾ ആണോ അവർക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് വരെ ബാധകമായിട്ടുള്ള ഒരു ആക്ടാണ് OSA എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള സീക്രട്ടുകളെല്ലാം സീക്രട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്.
സോ ഇവിടെ പ്രോഹിബിറ്റ് ചെയ്യുക ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് വരുന്നത്. അതായത് സെവറൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ സീക്രറ്റ്സ് ഒക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസോ എൻറ്റിറ്റീസിൻ്റെയോ കയ്യിൽ എത്താതിരിക്കുക, അതിനെ റോങ് ആയിട്ട് നമ്മൾ കൈവശം വെക്കാതിരിക്കുക, അൺഓതറൈസ്ഡ് ആയിട്ട് അതിനെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, പ്രോഹിബിറ്റഡ് ഏരിയാസിലേക്കുള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു. അത് ചില ഏരിയാസിൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, അതേപോലെ തന്നെ ചില ഏരിയാസിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഒഫീഷ്യൽ സീക്രട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ രണ്ടാമത്തെയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും വയലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റീസ് ഉണ്ടാവും. ഇംപ്രിസൺമെൻറ്റ് വരെ ഉണ്ടാവാവുന്ന ഒരു കുറ്റമാണത്. അത് ആ ഒരു ഒഫൻസിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ചേഞ്ച് ആവും. ദെൻ ഇതിൻ്റെ ഡിഫൻസിൽ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണിത്, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റീനെ ഹാം ചെയ്യാൻ ഒറ്റ ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഡിഫൻസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് ഇതൊരു ഒഫീഷ്യൽ സീക്രട്ടായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിക്ക് ഇൻഫർമേഷനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ ഇൻഫർമേഷൻ ഒഫീഷ്യൽ സീക്രട്ടാണ്, ഏതൊക്കെ ഇൻഫർമേഷൻ പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിന് കുറേ പണ്ടാലും തൊട്ട് വന്നാണല്ലോ. സോ ഇതിന് കുറേ അമെൻമെൻറ്റ്സും ചേഞ്ചസും ഒക്കെ വരുന്നുണ്ട്. പൊട്ടൻഷ്യലി മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അമെൻമെൻറ്റ്സും ചേഞ്ചസും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ക്രിട്ടിക്സ് ഇതിനെ ആർഗ്യൂ ചെയ്യുന്നത്, അതായത് ക്രിറ്റിസിസം വരുമല്ലോ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും. സോ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിൽ ബ്ലോവേഴ്സിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കളയാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്നാണ് പറയുന്നത്. വിസിൽ ബ്ലോവേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ വർക്ക് ചെയ്ത് അവിടെ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് വിസിൽ ബ്ലോവേഴ്സ് ആണ്. അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾക്ക് കുറേ കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയാനുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവരെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്, അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ആണ് കോൺട്രവേഴ്സീസ് ആൻഡ് ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. അതായത് ആൾക്കാർക്ക് ഒഫീഷ്യൽ സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറമേ പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി കുറവായിരിക്കും, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി കുറവാകും എന്നാണ് പറയുന്നത്. ദെൻ സപ്രഷൻ ഓഫ് വിസിൽ ബ്ലോവേഴ്സ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിസിൽ ബ്ലോവേഴ്സൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാനായിട്ട് പറ്റില്ല. കാരണം അത് ഒഫീഷ്യൽ സീക്രട്ടാണ് എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും മിസ്കണ്ടക്റ്റോ റോങ് ഡൂയിങ്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് എത്തില്ല. ദെൻ നെക്സ്റ്റ് ആണ് നീഡ് ഫോർ റിഫോംസ് എന്ന് പറയുന്നത്. അതായത് ഇത് മോഡേൺ പ്രിൻസിപ്പിൾസ് വെച്ച് അതിനെ മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേയധികം ചേഞ്ചസ് കൊണ്ടുവരണം. കാരണം ഇപ്പോഴത്തെ ജേർണലിസത്തിൻ്റെ വേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അല്ലെങ്കിൽ റൂൾസ് 2021 എന്ന് പറയുന്നത്. അതായത് IT റൂൾസ് 2021. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റൽ മീഡിയനെയും സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസിനെയും ഓൺലൈൻ ന്യൂസ് പബ്ലിഷേഴ്സിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണിത്. ഓൺലൈൻ കണ്ടൻറ്റ്, യൂസർ പ്രൈവസി, അക്കൗണ്ടബിലിറ്റി എന്നുള്ളതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കബിലിറ്റി ആണ്. സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ്, എൻറ്റിറ്റീസ്, ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോംസ്, സ്ട്രീമിംഗ് സർവീസസ്, ഓൺലൈൻ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്, ഇങ്ങനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് IT ആക്ട് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കംപ്ലയിൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു റൂൾസും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരിക്കാം. ഇനി ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തിൽ വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസും ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സും എല്ലാവർക്കും ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ യൂസേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വയലേറ്റ് ചെയ്യാനോ റൂൾസ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരാതിപ്പെടാൻ നമുക്കൊരു സംഭവം ഉണ്ടായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും പരാതികൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെർട്ടൈൻ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് ട്രേസബിലിറ്റി ഓഫ് മെസ്സേജസ് എന്ന് പറയുന്നത്. 5 മില്യൺ യൂസേഴ്സിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് വാട്സപ്പ് പോലുള്ള മെസ്സേജിങ് പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഓഫ് ദ സർട്ടൻ മെസ്സേജസ് നമ്മൾ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ട്. അതിൻ്റെ ട്രേസബിലിറ്റി അവർക്കുണ്ട്. ദെൻ റിമൂവൽ ഓഫ് കണ്ടന്റ് ആണ്. അതായത് അൺലോഫുൾ ആണ്, അങ്ങനെ ഡിഫേമേറ്ററി ആണ്, കോപ്പിറൈറ്റുകളൊക്കെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വരികയാണ്, എന്തെങ്കിലും നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് വന്നിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസോ പോസ്റ്റുകളോ കണ്ടന്റുകളോ എല്ലാം
റിമൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിനുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബ് പല വീഡിയോകളും എടുത്ത് കളയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ആണ് പ്രോ ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. 5 മില്യൺ യൂസേഴ്സിൽ കൂടുതലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ടൂൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കണ്ടന്റുകളെല്ലാം ഫിൽട്ടർ ചെയ്യാനും മോഡറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പ്രൈവസി കൺസേൺസ് ആണ് ഇതിൻ്റെ ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. അതായത് മെസ്സേജുകളൊക്കെ ട്രേസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലേ എന്നുള്ള ഒരു ക്രിറ്റിസിസം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മുകളിൽ കാണുമല്ലോ, യോ മെസ്സേജസ് ആർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. സോ ആ പരിപാടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ഇമ്പാക്റ്റ് ഓൺ ഓൺലൈൻ ന്യൂസ് പബ്ലിഷേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അവരുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെൽഫ് റെഗുലേറ്ററി ബോഡി അവർക്ക് അവിടെ ഉണ്ടായിരിക്കണം. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവർ ചെയ്യേണ്ടത്. ഇതിന് കുറേയധികം ചലഞ്ചസും കൺസേൺസും ക്രിറ്റിസിസംസും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫ്രീ സ്പീച്ചിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല, ഓൺലൈൻ ഡിസെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, അൺഡ്യൂ ആയിട്ടുള്ള ബേർഡൻ ആണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് വരുന്നത്. ഗവൺമെൻറ്റിന് എക്സസീവ് ആയിട്ടുള്ള പവർ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതിനെതിരെയുള്ള ഒരു ന്യൂസും പബ്ലിഷ് ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യത ഇങ്ങനെ വരുന്നത് കൊണ്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ ലീഗൽ ബാറ്റിൽസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ചലഞ്ചസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് IT റൂൾസ് കോടതികളിൽ പോകുന്ന സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റെഗുലേഷനും അതിൻ്റെ ലാൻഡ്സ്കേപ്പും ഒക്കെയാണുള്ളത് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ ഓപ്പറേഷന് കുറേയധികം ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളതാണ് ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI എന്ന് പറയുന്നത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഓട്ടോണോമസ് റെഗുലേറ്ററി ബോഡിയാണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ജേർണലിസത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് നമ്മുടെ PCI എന്ന് പറയുന്നത്. എത്തിക്കലായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസം കൊണ്ടുവരിക, ഫ്രീഡം ഓഫ് പ്രസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രിൻറ്റഡ് മീഡിയയും ബാക്കിയുള്ള എല്ലാ മീഡിയാസും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റെഗുലേറ്ററി ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സബ് പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കാര്യമാണ് ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. PCI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1966 പ്രസ് കൗൺസിൽ ആക്ട് 1978 വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ ബോഡിയാണിത്. അതിൻ്റെ ഫംഗ്ഷൻസും പവേഴ്സും എല്ലാ കാര്യങ്ങളും എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? അവർ ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 28 മെമ്പേഴ്സും കൂടെ ഉണ്ടായിരിക്കും. അവിടെ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ഈ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അതിൽ ജേർണലിസ്റ്റുകൾ ഉണ്ടാവാം, ന്യൂസ് പേപ്പർ ഓണേഴ്സ് ഉണ്ടാവാം, അക്കാഡമിക്സ് ഉണ്ടാവാം, പബ്ലിക്കിലെ മെമ്പേഴ്സ് ഉണ്ടാവാം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് 28 മെമ്പേഴ്സ് വരുന്നത്. ഈ ചെയർമാൻ സാധാരണയായിട്ട് സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജായിരിക്കും ചെയർമാനായിട്ട് വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ഫ്രീഡം ഓഫ് പ്രസ്, maintaining and improving the standards of newspapers and news agencies, ensuring the accuracy and truthfulness of news and reports, safeguarding the interest of public എന്നിവയൊക്കെയാണ്. അതായത് പ്രസ്സിൻ്റെ ഒരു ഫ്രീഡത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക, ട്രൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫംഗ്ഷൻസും പവേഴ്സും ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റിൻ്റെ എത്തിക്സോ പ്രൊഫഷണൽ എത്തിക്സോ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തു അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വയലേഷൻസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫേമേറ്ററി ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അഡ്വൈസ് മീഡിയയ്ക്ക് കൊടുക്കുക. എന്തെങ്കിലും വാർണിങ്സോ സെൻസറുകളോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്യൂ ചെയ്യുക. അൺഎത്തിക്കൽ പ്രാക്ടീസുകളൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റഡീസോ റിസർച്ചോ ഒക്കെ കണ്ടക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഫംഗ്ഷൻസിൽ വരുന്നത്. ദെൻ കംപ്ലയിൻസ് റിഡ്രസലും ഇവരിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. അതായത് ന്യൂസ് പേപ്പേഴ്സിനോ ജേർണലിസ്റ്റിനോ എഗെയിൻസ്റ്റ് ആയിട്ട് പബ്ലിക്കിന് എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലയിൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ PCIയിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്, കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ വയലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റുകൾ അവർ ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ PCIയിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും PCI തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജേർണലിസ്റ്റിനും മീഡിയ ഓർഗനൈസേഷൻസിനും ഒക്കെ ഫോളോ ചെയ്യാനുള്ള സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് PCI ആയിരിക്കും. സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ്, അക്യുറസി, ഫെയർനെസ്, ഇൻഡിവിജ്വലിൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് എത്തിക്കലായിട്ട് വരുന്നുണ്ടായിരിക്കാം. ദെൻ പ്രൊമോഷൻ ഓഫ് ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ളത് PCIൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്.
അതായത് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിലും പ്രസ്സിൻ്റെ ഫ്രീഡം കൂടെ ഇവിടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം മെയിൻറ്റെയിൻ ചെയ്യുക. ജേർണലിസ്റ്റിന് ഫ്രീഡം ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്, ആരെയും പേടിക്കാതെ, സെൻസർഷിപ്പ് ഒന്നും നോക്കാതെ, അതായത് ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ സെൻസർഷിപ്പ് വേണം, അങ്ങനെ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് അവരുടെ വ്യൂസ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതും PCA ചെയ്യേണ്ട കാര്യമാണ്. സോ ഇതിനും ചലഞ്ചസും ക്രിറ്റിസിസംസും എല്ലാം വരാറുണ്ട്. അതായത് ഇത് ഡിസിഷൻസ് എഫക്റ്റീവായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ ക്രിറ്റിക്സ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് ഇതിൻ്റെ സ്കോപ്പ് കുറച്ചുകൂടെ വൈഡൻ ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ചേഞ്ചിങ് ആസ്പെക്റ്റിലാണ് ജേർണലിസം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂസ് വെബ്സൈറ്റ്സിൻ്റെ, ഓൺലൈൻ ജേർണലിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ ആര് നോക്കണം? PCA നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ്, അത് PCA കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് സെൽഫ് റെഗുലേഷൻ ബൈ മീഡിയ ബോഡീസ് എന്ന് പറയുന്നത്. അതായത് വേരിയസ് ആയിട്ടുള്ള മീഡിയ ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെ സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവരെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ വോളണ്ടറി ആയിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വോളണ്ടറി ആയിട്ട് അവരുടെ കോഡ് ഓഫ് എത്തിക്സ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ തന്നെ സ്വയം തീരുമാനിക്കുക. ജേർണലിസ്റ്റുകളും മീഡിയ ഔട്ട്ലെറ്റുകളും എല്ലാം കൂടെ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫെയർനെസ്, ഇംപാർഷ്യാലിറ്റി, ഒബ്ജക്ടിവിറ്റി, ഇൻഡിവിജ്വലിൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഫഷണൽ കണ്ടക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുക, എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വരാതെ നോക്കുക, സോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, സെൻസേഷണലിസം അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള എഡിറ്റോറിയൽ ഇൻഡിപെൻഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രൊഫഷണൽ ആയിട്ട് അവർ തന്നെ നോക്കാറുണ്ട്. അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസും അവർ കൊണ്ടുവരാറുണ്ട്. അതായത് എത്തിക്സ് കമ്മിറ്റിയോ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകളെല്ലാം കൊണ്ടുവരിക. സോ പബ്ലിക്കിൻ്റെയോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയോ എല്ലാവരുടെയും അൺഎത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും വയലേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി അവർ എടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് അവർ ചെയ്യാറുണ്ട്. അതായത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ കൊണ്ടുവരിക, ഇൻറ്റേർണൽ റിവ്യൂസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുക, ജേർണലിസ്റ്റിക് പ്രാക്ടീസുകളൊക്കെ കറക്റ്റായിട്ടല്ലേ പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക, അങ്ങനെയുള്ള മോണിറ്ററിംഗ് ഒക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ അവർ തന്നെ ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വർക്ക്ഷോപ്സ്, സെമിനാർസ്, ട്രെയിനിങ് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. പബ്ലിക് അവയർനെസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് എത്തിക്കൽ ജേർണലിസത്തിനെ കുറിച്ചുള്ള ക്യാമ്പയിൻസും, അവയർനെസ് ക്യാമ്പയിൻസ്, അതേപോലെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിറ്ററസി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ദെൻ അഡ്വക്കസി ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് പറയുന്നത് ജേർണലിസ്റ്റിൻ്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ അടുത്ത് ഡിസ്കഷന് പോവുക, റെഗുലേറ്ററി ബോഡീസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോവുക, പ്രസ് ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ദെൻ ചലഞ്ചസ് ആൻഡ് അഡാപ്റ്റേഷൻ അവർ ചെയ്യുന്ന അങ്ങനെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ചലഞ്ചുകൾ വരാൻ സാധ്യതയുണ്ട്. ഫേക്ക് ന്യൂസുകളുണ്ട് ഇപ്പോൾ ഒരുപാട്, ഓൺലൈൻ ഹറാസ്മെൻറ്റ്സ് ഉണ്ട്, പ്രൈവസി കൺസേൺസ് കൂടുതലായിട്ടുണ്ട് ഓൺലൈൻ ജേർണലിസം വന്നതോട് കൂടിയിട്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ചലഞ്ചുകളാണ്. സോ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ഓട്ടോണോമി അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ നിന്നും ഫ്രീ ആയിക്കൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് അവർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ പ്രഷറിൽ നിന്നൊക്കെ മാറി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സോട് കൂടെ തന്നെ ആരുടെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ ന്യൂസുകൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് ജേർണലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ അപ്ഹോൾഡിംഗ് ഡെമോക്രസി എന്നുള്ളതും ജേർണലിസ്റ്റിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീ പ്രസ് ആൻഡ് ഡെമോക്രസി ഇതിൽ വരുന്നതാണ്. പബ്ലിക്കിന് അക്യുറേറ്റ് ആയിട്ടുള്ള അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നതാണ്? റെഗുലേറ്ററി ആയിട്ട് സെൽഫ് റെഗുലേഷനായിട്ട് ചെയ്യുന്നതാണ് സ്വന്തം മീഡിയ ബോഡീസ്, അവരുടെ തന്നെ റെഗുലേഷനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ലീഗൽ ഫ്രെയിം വർക്കാണ്. ആദ്യം നമ്മൾ നോക്കിയത് ആർട്ടിക്കിൾ 19(1)(a) എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഡിഫേമേഷൻ ലോസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിലും സിവിലും ഉണ്ടായിരുന്നു, ക്രിമിനലും ഉണ്ടായിരുന്നു. ദെൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ IT ആക്ടും ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സെൽഫ് റെഗുലേഷൻ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.